عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخلين. صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ അല്ലാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഈക്കാവിൻ്റെ നെയ്യത്തോടുകൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹുവിൻ്റെ സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മെയും നമ്മുടെ കുഞ്ഞു മക്കളെയും കുടുംബങ്ങളെയൊക്കെ അല്ലാഹുവിൻ്റെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ അടിമയും അവൻ നമ്മുടെ ഉടമയുമാണ്. നമ്മുടെ സൃഷ്ടാവ് നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദുർബലമായ അവസ്ഥയിലാണ് നമ്മളെ സംവിധാനിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ഖുലിഖൽ ഇൻസാനുൽ അഴീഫ, മനുഷ്യൻ ദുർബലനാണ്, ബലഹീനനാണ്. നമ്മുടെ കാര്യങ്ങൾ പോലും യഥാവിധം ചെയ്യാനുള്ള കഴിവ് പോലും അല്ലാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് തന്നാൽ മാത്രമേ നമുക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു കഴിവും നമുക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അല്ലാഹു തആല നമ്മളെ ഭൂമി ലോകത്തേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവ് കേട്, നമ്മുടെ ബലമില്ലായ്മ, നമ്മുടെ ബലഹീനത, നമ്മുടെ പരാജയം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനാണ്, അള്ളാഹുവാണ് ഇതിൻ്റെയൊക്കെ ഉടമ എന്ന് സമ്മതിച്ചു പറയുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. മഹാന്മാരായ ഉലമാക്കളൊക്കെ ഇബാദത്ത് നിർവചിച്ചത് അഖ്സായത്തുൽ ഖുദൂഇ വതദല്ലുലി, വിനയത്തിൻ്റെയും താഴ്മതയുടെയും അങ്ങേയറ്റം. അതായത് അങ്ങേയറ്റത്തെ ഉപകാരം ചെയ്ത, അങ്ങേയറ്റത്തെ അനുഗ്രഹം ചെയ്ത, അങ്ങേയറ്റത്തെ നിഴമത്ത് ചെയ്ത, അതായത് സൃഷ്ടിച്ച സൃഷ്ടാവിനോട് കാണിക്കുന്ന വിനയം, താഴ്മ, അത് പ്രവൃത്തിയിലൂടെ ആയാലും അല്ലെങ്കിൽ വാക്കിലൂടെ ആയാലും വിശ്വാസത്തിലൂടെ ആയാലും അതിനെക്കുറിച്ചാണ് ഇബാദത്ത് എന്ന് നമ്മുടെ ഇമാമുകളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതും നാം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്തിലെ ഏറ്റവും പ്രധാനം, ഏത് ഇബാദത്തായാലും അതിൻ്റെയൊക്കെ പ്രധാന കേന്ദ്രം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു ഇബാദത്തില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥനയുണ്ട്. ഒരാൾക്ക് 5 രൂപ നമ്മൾ കൊടുക്കുകയാണ്, ഒരു കണ്ണ് കാണാത്ത ഒരാൾക്ക് 5 രൂപ കൊടുക്കുകയാണെങ്കിലും ഒന്നും പ്രാർത്ഥിക്കാതെയാണ് കൊടുത്തെങ്കിലും അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, നീ ഇത് സ്വീകരിക്കണേ, ഇതിൻ്റെ ഫലം കൊണ്ട് എൻ്റെ വരുമാനത്തിൽ ബർക്കത്ത് ചെയ്യണേ, എന്നിൽ കണക്കാക്കിയിരിക്കുന്ന അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ നീ തട്ടിക്കളയണേ എന്ന് നമ്മൾ പറയാതെ, നമ്മൾ വാക്കുകൊണ്ട് പറയാതെ തന്നെ പ്രാർത്ഥന അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയാണ് നമ്മുടെ ഇബാദത്തുകളുടെയൊക്കെ കേന്ദ്രബിന്ദു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ. ഇബാദത്ത് എന്ന് പറയുന്നത് മുഴുവൻ പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയാണ് ഇബാദത്തിന്റെ മജ്ജ, അത് പ്രാർത്ഥനയാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുണ്ടായ കാരണവും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാദത്തുകളുടെ കേന്ദ്രബിന്ദു നമ്മൾ താഴ്മ അംഗീകരിക്കുകയും നമ്മൾ കഴിവ് കെട്ടവരാണെന്ന് സമ്മതിച്ച് പറയുകയും കഴിവിന്റെ ഉടമസ്ഥനായ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് നമ്മുടെ ആവലാദികളും പ്രയാസങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് നമുക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും നമുക്ക് വരാൻ പോകുന്ന ഉപദ്രവത്തെ തൊട്ട് തടയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് നമ്മുടെ കഴിവുകൾ നമ്മൾ സമ്മതിച്ച് പറയലാണ്. അതൊരു ഇബാദത്തിന്റെ അടിത്തറയായി മാറുന്നത് സിമത്തുൽ ഉബൂദിയ, ഒരാൾ അടിമയാണ്, എൻ്റെ ഉടമ അല്ലാഹുവാണ് എന്ന് സമ്മതിച്ച് പറയുന്നതിന്റെ അടിത്തറ, അതിന്റെ അടയാളം ഈ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലൂടെയാണ് മനുഷ്യന്റെ കഴിവുകേടുകളും വില്ലത്തുകളും താഴ്മകളും ഒക്കെ പ്രകടിപ്പിക്കലും മനുഷ്യന്റെ പരാജയം സമ്മതിച്ച് പറയലും രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ യോഗ്യതയും പത്രാസും
വിളംബരപ്പെടുത്തലും പ്രാർത്ഥനയിലൂടെയാണ് വെളിവാകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാവണം. എല്ലാ രംഗത്തും എപ്പോഴും പ്രാർത്ഥന അനിവാര്യമായ ഒന്നാണ്. അതില്ലെങ്കിൽ എവിടെയും നമുക്ക് എപ്പോഴും എന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കാതെ എന്തിനാ അപ്പൊ പ്രാർത്ഥിക്കണത്? അത് അള്ളാഹ്ക്ക് അറിയാലോ എന്റെ പ്രയാസം എന്റെ ബുദ്ധിമുട്ടൊക്കെ അതങ്ങോട്ട് തരൂലേ. അങ്ങനെ വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മടിയനായതുകൊണ്ടോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുന്നവനെ പറ്റി അള്ളാഹു താല പറഞ്ഞത് അവർ കിബറന്മാരാണ്, അഹങ്കാരികളാണ് എന്നാണ്. ഇബാദത്തി, എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് അഹങ്കരിക്കുന്നവരായ ആളുകൾ അവർ നിന്ദന്മാരായി, പരാജയപ്പെട്ടവരായി, മോശക്കാരായി നരകത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ദ്വാരക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ആവലാദികളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ എപ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴാണ് നാം അള്ളാഹുവുമായിട്ട് അടുപ്പമുള്ളവരായി തീരുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് കാണാം, ഇന്നല്ലാഹ യുഹിബ്ബു ദുആ. മഹാന്മാര് പഠിപ്പിക്കുന്നു, അള്ളാഹു തആല പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നവനാണ്. കാരണം ലിഅന്നഹു ഇബാദത്തുൻ ലഹു വ ഇഖ്റാറു ബിറുബൂബിയതിഹി വ ഖുദ്റതിഹി തആല. പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് മാത്രമല്ല, അത് വ ഇഖ്റാറു ബിറുബൂബിയതിഹി, അള്ളാഹുവിന്റെ റബ്ബാണ് എന്നത് സമ്മതിച്ച് പറയലാണ്. അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് സമ്മതിച്ച് പറയലും അത് പ്രകടിപ്പിക്കലുമാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അവന്റെ കുദ്റത്ത്, അവന്റെ കഴിവ്, അവന്റെ ശക്തി നമ്മൾ പ്രകടിപ്പിക്കുന്നത്, തുറന്നു പറയുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാത്ത ആളുകളെ, ദുആ ചെയ്യാത്ത ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. നമ്മൾ ദ്വാരക്കണം, എപ്പോഴും ദ്വാരക്കണം. എല്ലാ രംഗത്തും ഉറക്കിൽ നിന്ന് ഉണർന്നാൽ നമ്മൾ ദ്വാരക്കണം. അതേപോലെ മലമൂത്ര വിസർജനം ചെയ്താൽ ദ്വാരക്കണം. അത് കഴുകി വൃത്തിയാക്കി ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ ദ്വാരക്കണം. ഭക്ഷണം കഴിച്ചാൽ ദ്വാരക്കണം. അതേപോലെ എല്ലാപ്പോഴും നമ്മൾ കിടക്കുമ്പോ ദ്വാരന്നിട്ട് വേണം കിടക്കാൻ. അങ്ങനെ എല്ലാപ്പോഴും ദുആയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദ്വാരന്നുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ദ്വാരക്കാത്ത ആളുകളോട് അള്ളാഹു ഒരു ദേഷ്യവുമാണ്. മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം, വല്ലാഹു യബ്ഗുദു അൻ ഇൻ തറക്ത സുആലഹു. അള്ളാഹുവിനോട് നീ ചോദിക്കാതിരുന്നാൽ അള്ളാഹു നിന്നോട് ദേഷ്യപ്പെടും. മനുഷ്യന്മാരാവട്ടെ മനുഷ്യന്മാരാവട്ടെ ചോദിക്കപ്പെട്ടാൽ അവർ ദേഷ്യപ്പെടും. അവരോടൊന്നും ചോദിക്കുന്നത് ഇഷ്ടമല്ല. ഇയാൾ വല്ലതും ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും ആളുകളോട് അടുക്കാൻ പോലും ഇഷ്ടപ്പെടൂല. അയാളോട് മുണ്ടിയാൽ, അയാളോട് വർത്താനം പറഞ്ഞാൽ പൊതുവെ മൂല്യന്മാരെ പറ്റിയുള്ള നമ്മുടെ ധാരണയാണുള്ളത്. മൂല്യരുമായിട്ട് അധികം അടുത്താൽ അയാൾ പിരിവ് ചോദിക്കുമോ വിചാരിച്ചിട്ട് മൂല്യരോട് മുണ്ടൂല, അല്ലെങ്കിൽ മൂല്യരോട് അടുക്കാൻ ശ്രമിക്കൂല. അങ്ങനെയാണ്. അത് നാട്ടുകാരെ കുറ്റം പണ്ട് കാര്യമില്ല. മൂല്യന്മാർ അങ്ങനെ ആയതുകൊണ്ടാണ്, കടം ചോദിച്ച് വെറുപ്പിച്ചത് കൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്മാരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ദേഷ്യമാവും. അള്ളാഹിനോട് ചോദിച്ചില്ലെങ്കിൽ ദേഷ്യമാവും. അള്ളാഹിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം, എപ്പോഴും ചോദിക്കണം. നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം നൽകാൻ അള്ളാഹു കാത്തിരിക്കുകയാണ്. ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു എത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾ ചോദിച്ചതൊക്കെ മാതിരിക്കാരും 10 ലക്ഷം കൊണ്ടാ എന്ന് പറഞ്ഞാൽ അത് തരുന്ന ആളല്ല അള്ളാഹു താല. നമുക്ക് ഗുണകരമായത് തരുന്നവനാണ്. നമുക്ക് ഏതാണ് ഗുണം അത് അള്ളാഹുവിനാണ് അറിയുക, നമുക്കറിയില്ല. നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് നമ്മളോട് ചെയ്യുക എന്നതാണ് അള്ളാഹു നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അത് മുടക്കാതിരിക്കുക. അതിന്റെ ഉത്തരം, അതിന്റെ ഇജാബത്ത് നമുക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചില സമയങ്ങളും ചില സന്ദർഭങ്ങളും ചില സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥനകൾക്ക് അനിവാര്യമാണ്. എപ്പോഴും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന, എപ്പോഴും പ്രാർത്ഥിക്കാമെങ്കിലും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഉദൂ റബ്ബക്കും, പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഉദൂ റബ്ബക്കും തളർറുഅൻ വഖുഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വിനയത്തോടു കൂടെ ആയിരിക്കണം. പേടിയും ഭയഭക്തിയോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്, അള്ളാഹുവിനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന ബോധം നമുക്ക് വേണം പ്രാർത്ഥനയിലൊക്കെ.
അല്ലാതെ കൊടുക്കട പഠിച്ചോനെ, കൊണ്ട പഠിച്ചോനെ എന്ന് പറയുന്ന അള്ളാഹിനെക്കാളും വലിയ ആള് ഞാനാണ് എന്ന വിചാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകില്ല. അവനത് പരിഗണിക്കില്ല. നമ്മുടെ താഴ്മ, നമ്മൾ എത്രത്തോളം താഴ്ന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മളോട് കരുണയുള്ളവനാവും. നമ്മൾ എത്രത്തോളം അഹങ്കാരികളായി ഞാൻ ചോദിച്ചിട്ട് പഠിച്ചോൻ തരാതിരിക്കൂല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ അഹങ്കാരം നമ്മളെ അള്ളാഹുവിൽ നിന്ന് അകറ്റും. അത് അള്ളാഹുവിന്റെ ഗുണമാണ്, അള്ളാഹുവിന് മാത്രമുള്ള ഒരു സിഫത്താണ്, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതല്ല. നമുക്ക് ആ നിലയിൽ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പരമാവധി അത് രഹസ്യമാക്കുകയും ചെയ്യുക. പരസ്യമാക്കി ഒച്ചക്കെട്ട് ആർത്ത് വിളിച്ചിട്ട് മറ്റുള്ളവരെ കടന്നുറങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കിയിട്ട് പള്ളിന്റെ മനാരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി 8 or 10 കോളാമ്പി കൊണ്ടുപോയി കെട്ടിയിട്ട് മജ്ലിസുന്നൂറ്, ഹദ്ദാദ്, മൗലൂദ്, റാത്തീബ് എന്നും പറഞ്ഞിട്ട് മനുഷ്യന് ശല്യം ചെയ്താൽ അള്ള ചെവി പൊട്ടനല്ല. പണ്ട് സി രാധാകൃഷ്ണൻ എഴുതിയതുപോലെ എല്ലാ മതങ്ങളുടെ ദൈവങ്ങളും വികലാംഗന്മാരാണ്, ദൈവങ്ങൾക്കൊക്കെ പെൻഷൻ കൊടുക്കണം എന്ന് മലയാളത്തിലെ കഥാകാരൻ സി രാധാകൃഷ്ണൻ എഴുതിയിരുന്നു. കാരണം വളർന്നുകൊണ്ടല്ല, യേശു ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് നട്ടുച്ച നേരത്ത് നിയോൺ ലാമ്പുകളുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴും മെഴുകുതിരി കത്തിച്ചു പിടിച്ചിട്ട് ചെന്നാലേ യേശു ക്രിസ്തു കാണൂ എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിനെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ ഇതർത്ഥം. അതേപോലെ തന്നെ ഇനി അമ്പലത്തിലാണെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്നിട്ട് വെടിപൊട്ടിച്ചിട്ടും ഒച്ചുണ്ടാക്കിയിട്ടും അതേപോലെ നെയ്യഭിഷേകവും പാലഭിഷേകം നടത്തിയിട്ട് ചെവിയും മൂക്കും കണ്ണും അവരുടെ എല്ലാ അവയവങ്ങളും നശിച്ചു പോകുമാറ് അവിടെ കൊണ്ടുപോയിട്ട് ഈ കാട്ടുന്ന ഈ നെയ്യും പാലൊക്കെ കൊണ്ടൊഴിച്ചിട്ടും ആ ഈച്ചയാർക്കുന്ന ആ അന്തരീക്ഷത്തിൽ ആ ദൈവം അവിടെ തന്നെ കഴിയുന്നുണ്ടെങ്കിൽ തരിമൂക്കിന് എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിന് മൂക്കില്ല പെൻഷൻ കൊടുക്കണം. മുസ്ലിങ്ങളുടെ ദൈവമാണെങ്കിലോ ഓരോ പള്ളി, ഒരു അങ്ങാടിയിൽ 5 or 10 പള്ളികൾ, ആ പള്ളികളിലൊക്കെ ഓരോ 5 നേരവും ഒരേ സമയത്ത് ഇത്രയും താളം കെട്ടിയിട്ട് എല്ലാവരും കൂടി ഒപ്പം ആർത്ത് വിളിച്ചാല് ദൈവം കേൾക്കുള്ളൂ എന്നാണെങ്കിൽ ആ ദൈവത്തിന് ചെവിക്കെന്തോ കാര്യമായിട്ട് തകരാറുണ്ട്. അതുകൊണ്ട് ചെവിയില്ലാത്ത പെൻഷൻ മുസ്ലിങ്ങളുടെ ദൈവത്തിന് കൊടുക്കണം എന്ന് പണ്ട് ശ്രീ രാധാകൃഷ്ണൻ എഴുതിയിരുന്നു. അതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു ചെവിപ്പൊട്ടനല്ല, അള്ളാഹു കണ്ണു കാണാത്തവനല്ല, അള്ളാഹു അകലെയുള്ളവനല്ല. അള്ളാഹു നമ്മുടെ കൂടെയാണ്, നമ്മുടെ അടുത്താണ്. പതുക്കെയാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അട്ടഹസിച്ചുകൊണ്ടല്ല, വേറെ നിലയിൽ ആർത്ത് വിളിച്ചുകൊണ്ടല്ല, പതുക്കെയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അള്ളാഹു തആല അതിര് വിട്ട് കടന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരല്ല. ആർത്ത് വിളിച്ചിട്ടോ ചാടി മറിഞ്ഞിട്ടോ കുത്തി മറിഞ്ഞിട്ടോ ഒക്കെ അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നു അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ കാട്ടിക്കൂട്ടേണ്ട തോന്നിയാസങ്ങൾക്കൊന്നും അള്ളാഹു ഉത്തരം നൽകുകയില്ല, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മയത്തോടുകൂടെ താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ പതുക്കെ ചോദിച്ചാൽ മതി. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് അല്ലാഹു തആല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇർബഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അല്പം മയം കാണിക്കുക. നിങ്ങൾ ആർത്ത് വിളിക്കരുത്. അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ ശബ്ദിച്ചു കൊണ്ടിരുന്ന സഹാബാക്കളോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ നിങ്ങളൊന്ന് മയം കാണിക്കുക, നിങ്ങൾ ആർക്കരുത്, നിങ്ങൾ ഒച്ചയ്ക്ക് വിളിക്കരുത് അള്ളാഹുവിനെ ദിക്ർ. അങ്ങനെയല്ല, ഫഇന്നഹും ലാ തദഊന സമ്മ, നിങ്ങൾ വിളിക്കുന്നത് ചെവിപ്പൊട്ടനായ അള്ളാഹുവിനെ അല്ല. അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു സമീആണ്, അള്ളാഹു ബസീറാണ്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന അള്ളാഹ് ചെവിപ്പൊട്ടനല്ല. വലാ ഗായിബൻ, അവൻ മറഞ്ഞു നിൽക്കുന്ന എവിടെയോ കൊണ്ട് പ്രതീക്ഷിക്കപ്പെട്ടവനുമല്ല അള്ളാഹു. ഇന്നഹു മഅക്കും സമീഉൻ ഖരീബൻ, നിങ്ങളുടെ കൂടെ തന്നെയുള്ളവനാണ് അള്ളാഹു. സമീഉൻ, കേൾക്കുന്നവനാണ് അള്ളാഹു. ഖരീബൻ, അടുത്തുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് നിങ്ങൾ ആർത്ത് വിളിച്ചിട്ട് ഒച്ചക്കിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതരുത്. ഇവിടെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ അർത്ഥശൂന്യമായി പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഉറപ്പും നല്ല ബോധവുമാണ് ദുആ ചെയ്യുമ്പോൾ. ആ വാക്കുകൾ മാത്രം നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ പോരാ, ബോധം വേണം. ഞാനിപ്പോ എന്താ എടുക്കുന്നത്, എന്താണ് ഈ പറയുന്നത്, എന്താണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്ന് മൊത്തത്തിലുള്ള ഒരു അറിവെങ്കിലും നമുക്കുണ്ടാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഉദൂല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെ.
അള്ളാഹു തരും. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് അള്ളാഹു. നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് വേണം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, നാലിൽ വരുന്ന് നോക്കുക എന്നല്ല, കിട്ടുമെന്ന ഉറപ്പോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. വയലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ ലാ യസ്തജീബു ദുആൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അല്ലാഹു തആല ഉത്തരം നൽകുകയില്ല മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ. ബോധമില്ലാത്തവന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകൂല. ബോധം വേണം. ഞാൻ എന്താണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്, ആരോടാണ് ഞാൻ ചോദിക്കുന്നത്, ആരുടെ മുമ്പിലാണ് ഞാൻ കൈനീട്ടിയിരിക്കുന്നത് എന്ന ബോധം വേണം. ലാഹിൻ, അവൻ ലഹുവിലാകാനും പാടില്ല. കളിയിലും തമാശയിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ടാവാൻ പാടില്ല അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിനോട് ദ്വാരിക്കുന്നത്. നമ്മുടെ നിസ്കാരത്തിൽ പോലും അത്തരമൊരവസ്ഥ നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരങ്ങളുടെ സലാം വീട്ടിയാൽ നമ്മൾ ആദ്യം മൊബൈലിൽ തുറന്നു നോക്കുക. നിസ്കാരത്തിന്റെ OTP നമ്പർ എങ്ങാനും വന്നിട്ടുണ്ടോ, ഇതിന്റെ ഉത്തരം കിട്ടാൻ വല്ലതും മൊബൈലിൽ വന്നിട്ടുണ്ടോ നോക്കണ പോലെ നമ്മൾ തുറന്നു നോക്കുക. കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ നിസ്കാരത്തിൽ പോലും അവിടെയായിരുന്നു. അങ്ങനെ ആവാൻ പാടില്ല. അതേപോലെ നല്ല സമയങ്ങള്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വളരെ നല്ല സമയങ്ങള് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. മഹാനായ അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസില് റസൂലുള്ളാഹി തങ്ങളോട് ചെന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, അയ്യുദ്ദുആഇ അസ്മാഉ, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അധികം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന എപ്പോഴാണ് നബിയെ, ഏത് ദുആക്കാ ഉത്തരം കിട്ടുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ജൗഫൽ ലൈലിൽ അഖീരി, നീ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉണരുക, എന്നിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു അമൽ ചെയ്തിട്ട് ഇനി ദ്വാരക്കുക. എന്തെങ്കിലും ചെയ്യണം. വെറുതെ ദ്വാരുന്ന ഉത്തരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. വബ്തഗൂ ഇലൈഹിൽ വസീല യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. അല്ലാഹു തആല പറഞ്ഞത്, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വയുള്ളവരാകുക. വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇടതേട്ടം നടത്തുക. ഇടനേട്ടം നടത്തുക എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർക്ക് പോയി പറയാനല്ല ഇതിന്റെ അർത്ഥം. അങ്ങനെ ആവാം എന്ന് ഏതോ തഫ്സീർ പറഞ്ഞപ്പോൾ അത് മാത്രമാക്കി മൗലിയന്മാരങ്ങനെ ചുരുക്കിയതാ. അതല്ലാതെ അത് മഞ്ഞക്കുളത്ത് പോയി ദ്വാരക്കാനോ അല്ലെങ്കിൽ തെരുവത്തപ്പള്ളി പോയി ദ്വാരക്കാനോ മാത്രം ഒന്നല്ല ഇതിന്റെ അർത്ഥം. വബ്തഗൂ ഇലൈഹിൽ വസീല, എന്തെങ്കിലും അമൽ ചെയ്തിട്ട് നിങ്ങൾ ദ്വാരക്കുക. ഒരു യാസീൻ ഓതുക, അല്ലെങ്കിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ 10 റുപ്യ സദക്കാ ചെയ്യുക, എന്നിട്ട് ദ്വാരക്കുക. പഠിച്ചോനെ, ഞാൻ ഈ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലമായിട്ട് എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ, എന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണമേ, എന്റെ പെൺകുട്ടിക്ക് അനുയോജ്യരായ ഭർത്താക്കന്മാരെ നൽകണമേ, എന്റെ മകൻ അനുയോജ്യയായ ഭാര്യയെ നൽകണമേ, എന്റെ കടം വീട്ടാനുള്ള മാർഗം എളുപ്പാക്കണേ. അങ്ങനെയാണ് ദ്വാരക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ദ്വാരക്കുന്നത്. അതേപോലെ ജൗഫൽ ലൈലിൽ അഖീർ, രാത്രിയുടെ അവസാന യാമം, സുബഹിന്റെ ശേഷം, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അത്താഴ സമയം, രാത്രിയുടെ അവസാന യാമത്തിൽ എണീക്കുക. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എണീക്കുക. എന്നിട്ട് ഒതോക്ക് ഉണ്ടാക്കി വന്നിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പള്ളിയിലോ വീട്ടിലോ എവിടെ ആവട്ടെ ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദ്വാരന്നാൽ ഉത്തരം കിട്ടും. പക്ഷെ നമ്മളത് ചെയ്യൂല. പിന്നെയോ അതൊക്കെ കഴിഞ്ഞിട്ട്, എല്ലാം കഴിഞ്ഞിട്ടാണ് നിസ്കാരം ദോയ ഒക്കെ കഴിഞ്ഞിട്ട്, എല്ലാം കഴിഞ്ഞിട്ട് പിന്നൊരു ദോയ. ആ ദോയ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നും കിട്ടൂല. ആ ദോയക്ക് വലിയ ഉത്തരവും കിട്ടൂല. വൃത്തിയാണ് ആ ദുആ. റസൂലുള്ള പറഞ്ഞ് നമ്മൾ പാലിക്കണം. ഞാൻ ചുരുക്കട്ടെ, ജൗഫൽ ലൈലിൽ അഖീർ, രാത്രിയുടെ അവസാന യാമത്തില്. അതേപോലെ ദുബറ സ്വലവാത്തിൽ മക്തൂബാത്തി, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം, ളുഹർ നിസ്കരിച്ചു, അല്ലെങ്കിൽ ജുമാ നിസ്കരിച്ചു, അല്ലെങ്കിൽ അസ്ർ നിസ്കരിച്ചു, നിസ്കാര ശേഷം. ഇത് വളരെ ഉത്തരം കിട്ടുന്ന ഒരു ദുആയാണ് നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഞങ്ങൾ ആ സമയം ഉപയോഗപ്പെടുത്തിയത്. നോക്കി നിങ്ങൾ, മഹാനായ ഫിൽ ഔസത്തി തൊബറാനി ഇമാം തന്റെ ഔസത്തിലും, അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് തൊട്ടും മറ്റു ഇബ്നു ഉമറിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ, റസൂലുള്ളാഹി ഞങ്ങൾ ഒരു ദിവസം സുബഹി നിസ്കരിച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സാധാരണ ചെല്ലാറുള്ള ചുരുങ്ങിയ ദിക്റുകൾക്ക് ശേഷം സുമ്മ അക്ബല അലൽ ഖൗമി, എന്നിട്ട് ജനങ്ങളിലേക്ക് തിരിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ, അല്ലാഹുവേ ഞങ്ങളുടെ മദീനയിൽ, ഞങ്ങളുടെ ഈ നഗരത്തിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. റസൂലുള്ള ദുആക്കുകയാണ്. ഞങ്ങളുടെ ഈ നാട്ടിൽ, ഞങ്ങളുടെ ഈ കണ്ണാടിയിൽ, ഞാനൊക്കെ എല്ലാ സുബഹിക്കും ദുആക്കണ ദുആയാ. ഇവിടെ മദീനത്തിനാന്നല്ലോ പറയാ, നമ്മുടെ ബൽദത്തിനാ കറിയത്തിനാ,
നമ്മുടെ ഈ ഗ്രാമത്തിലും ഈ നാട്ടിലും ഈ ബർക്കത്ത് നൽകണേ. ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് നൽകണേ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ. ഞാൻ എല്ലാ ദിവസവും സുബഹിക്ക് ദ്വാരക്കും. ആമീൻ പറയുന്ന ആളുകൾക്ക് എത്രത്തോളം ബോധമുണ്ട് എന്ന് പിന്നീട് ഞാൻ ചിന്തിക്കാറില്ല. കാരണം ഞാൻ അപ്പൊ ബോധമില്ലാത്തൊരവസ്ഥയിലാണ് ദ്വാരക്കണത്. ആമീൻ പറയുന്നുണ്ടോ ഇല്ലയോ, ബോധമുള്ളവരാണോ ഇല്ലയോ അതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. പക്ഷെ നിങ്ങളൊന്ന് വന്ന് നോക്ക് സുബഹിക്ക്. ബാക്കി വക്തുകൾക്ക് ആ ദ്വയ ഞാൻ ദ്വാരക്കാറില്ല. അത് സുബഹിക്ക് മാത്രമുള്ള ദ്വയ. അല്ലാതെ റസൂൽ ദ്വാരുന്ന ദ്വയ ഫീ മദീനത്തിന്, ഞങ്ങളുടെ ഈ മദീനയിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ആ ദുആഇന്റെ ബർക്കത്ത് നമുക്കിപ്പോ മദീനയിൽ പോയാൽ കാണാം. ലോകത്ത് എവിടെയും കിട്ടാത്ത പഴങ്ങള്, എവിടെയും കിട്ടാത്ത സാധനങ്ങള്, ഏറ്റവും വില കൂടിയ വസ്തുക്കള് ലോകത്ത് എവിടെയും കിട്ടൂല. അങ്ങനത്തെ സാധനങ്ങളാ ആ മദീനയിൽ ഇന്ന് ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ നാട്ടിൽ ദാരിദ്ര്യം പറഞ്ഞൊന്നില്ല. എല്ലാ അനുഗ്രഹങ്ങളും ആ നാട്ടുകാർക്ക് ഇപ്പോഴും ലഭിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ അളക്കാൻ ഉപയോഗിക്കുന്ന ഇടങ്ങാഴിയിലും ഞങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന നാഴിയിലും നീ ബർക്കത്ത് നൽകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദ്വാരക്കുന്നു. വേണ്ടേ ബർക്കത്ത്? നമ്മൾ അളക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി അളക്കുന്ന ഇടങ്ങാഴി, നാഴി എന്നൊക്കെ പറയുന്ന അളവ് പാത്രങ്ങൾ, അതിൽ ബർക്കത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദ്വാരക്കുന്നു. വഫാഉൽ വഫാ എന്ന് പറയുന്ന കിതാബിന്റെ 1-ാമത്തെ വാള്യം 57-ാമത്തെ പേജിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് കാണാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, മറ്റൊരു ഹദീസില് ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇദാ ദഅഉതു, ഞാൻ ദ്വാരുന്നാൽ ഫഅമ്മിനു, നിങ്ങൾ ആമീൻ പറയണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദ്വാരുന്നാൽ നിങ്ങൾ ആമീൻ പറയണം. ആമീൻ എന്ന് പറയുന്നത് വളരെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അത് ദുആ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആമീൻ പറയണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു, കൽപ്പിച്ചിരുന്നു. റസൂലുള്ള ദ്വാരക്കും സഹാബാക്കൾ ആമീൻ പറയും നിസ്കാര ശേഷം. നോക്ക് നിങ്ങൾ, ആ പുണ്യമാണ്. ദുആക്ക് ഇജാബത്തുള്ള സമയമാണത്. ആ ദുആക്ക് ഉത്തരമുണ്ട്. ആ ദുആ ഫലപ്രദമാണ്. അത് നമ്മളെ അപകടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ കാക്കാനും ജീവിതത്തിൽ ബർക്കത്ത് നൽകാനുമുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അത്തരം ദുആകള് നമ്മൾ ശരിക്കും പഠിക്കണം. ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന നമുക്ക് ആർക്കും ഒഴിവില്ല. ഇവിടെ ഇപ്പൊ ജുമാക്കൊക്കെ സംബന്ധിച്ചിടത്തോളം വിക്റും ദുആയൊന്നും ഇല്ലല്ലോ. എളുപ്പം ദ്വാരക്കലാണ്. ആ ദ്വാരയ്ക്ക് ഇരിക്കാതെ എടുത്തോണം മനുഷ്യന്മാരെത്രയാണ്. തിരക്കാണ്, അർജന്റാണ്, ഓഫീസാണ്, ജോലിയാണ്. ശരിയാ, ആ 2 മിനിറ്റ് ദുആയ്ക്ക് പോലും ഇരിക്കാൻ ഒഴിവില്ല. അതിന് ആമീൻ പറയാൻ പോലും നമുക്ക് ഒഴിവില്ല. നമ്മൾ അത്ര തിരക്കില്ല. പിന്നെ എവിടെയാ നമുക്ക് ബർക്കത്തുണ്ടാകുക? പിന്നെ എവിടെയാ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കുക? ഞാൻ വെള്ളിയാഴ്ച ദ്വാരക്കുന്ന ദുആകളില് നിങ്ങൾക്ക് അർത്ഥം അറിയാഞ്ഞിട്ടാണല്ലോ എനിക്ക് അറിഞ്ഞുകൂടാ. ഖുർആനിൽ വന്ന ദുആകളാണല്ലോ ഞാൻ കൂടുതലും ജുമാക്ക് ശേഷം ദ്വാരക്കുന്ന ദുആ. ഹദീസിൽ വന്ന ദുആ പോലുമല്ല, ഖുർആനിലുള്ള ദുആയാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഖുർആനാണ്, അത് എന്റെ ദുആയല്ല. ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ച ദുആയാ. അല്ലാഹുവേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയ്യുനിൻ. പടച്ചോനെ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കണ്ണിന് കുളിർമയാകുന്ന ഭാര്യയും മക്കളുമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ കൊണ്ടൊരു മാനക്കേട് വരുത്തല്ലേ റബ്ബേ, ഞങ്ങളുടെ ഭാര്യയെ കൊണ്ടൊരു മാനക്കേട് വരുത്തല്ലേ റബ്ബേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഖുർആന്റെ പ്രാർത്ഥന, അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ പ്രാർത്ഥന. അതേപോലെ റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത ഗുണം, അതിന് നന്ദി ചെയ്യാനും എനിക്ക് നീ തൗഫീക്ക് കൊണ്ട് തമ്പുരാനെ. എൻ്റെ വാപ്പാക്ക് എന്തൊക്കെ ഗുണാ നീ ചെയ്തത്, എൻ്റെ ഉമ്മാക്ക് എന്തൊക്കെ ഗുണാ ചെയ്തത്. ആ വാപ്പയും ഉമ്മയും ഉണ്ടാക്കിയെടുത്ത സൽപ്പേര്, അവരുണ്ടാക്കിയ മുതല്, അവരുണ്ടാക്കിയ തറവാടിത്തം, അതാണല്ലോ എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീക്ക് കൊണ്ട് തമ്പുരാനെ. എൻ്റെ മക്കളെ നീ നന്നാക്ക് തമ്പുരാനെ. എന്റെ മക്കളെ നീ നന്നാക്കണേ തമ്പുരാനെ എന്ന് ദ്വാർക്കുന്നു. ഖുർആനിൽ വന്ന ദുആയാ. ഞാൻ ദ്വാരക്കാറുണ്ട്, അതിനുപോലും ആമീൻ പറയാൻ നമുക്ക് ഒഴിവില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ നിലയിലുള്ള ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഒഴിവാക്കി. അപ്പൊ ഈ ദ്വാരക്ക് ആമീൻ പറയണമെങ്കിൽ തന്നെ വല്ല ബോധമുണ്ടോ? ഒരു ബോധമില്ല. നീ കേട്ടാ തന്നെ എനിക്കിങ്ങനെ ചരിങ്ങനെ വരും. തിരിഞ്ഞിട്ട് ഒരു ചവിട്ടം കൊടുത്താലോ ഒന്നും ചിലപ്പോൾ അങ്ങനെ ആമീൻ പറയണ ഉസാറ് കേട്ടാൽ. പക്ഷെ നമുക്ക് അതിന് അധികാരമില്ലല്ലോ. ഞാൻ എൻ്റെ സ്വന്തം കാര്യമായിട്ട് ഞാൻ അങ്ങനെ ചുരുക്കലാവില്ല. കാരണം ദ്വാരക്കുമ്പോ പറയണത് നേരെ എതിരാ പിന്നീട് ചെയ്യാൻ പോണത്. ഞാനൊക്കെ സുബൈക്ക് ദ്വാരക്കണ ദ്വായ, ഹദീസിൽ വന്ന ദ്വായ. പടച്ചോനെ എബ്ദിഹിന അന്ന ഉമ്മത്തിൽ ഖാഫിലി, എന്നെയും എൻ്റെ ഭാര്യ, ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കളെയൊക്കെ ഈ വഫലത്തിന്റെ ഉറക്കത്തിൽ നിന്ന്
ഈ അന്തല്ലാത്ത ഉറക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തമ്പുരാനെ ഞാൻ ദ്വാരക്കും. അതിന് ആമീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഉടനെ പോയി കിടന്നുറങ്ങും ചെയ്യും. ദ്വാരക്കൽ തെറ്റ ആ നേരത്ത് ഉറങ്ങാൻ പാടില്ലാത്ത സമയം. സുബഹി കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങൽ നബി നിരോധിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ പാടില്ല ആ സമയത്ത്. ഇത് ഒന്ന് ദ്വാ കഴിഞ്ഞ് കിട്ടിയാൽ മതി, എന്നിട്ട് വേണം ഉറങ്ങാൻ പറഞ്ഞിരിക്കുന്നവരാ പിന്നിലുള്ളവര്. പിന്നെ എന്താ നമ്മുടെ ദ്വാന്റെ അവസ്ഥ? അല്ല കാക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയവും സന്ദർഭമൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തി നടത്തി കൂട്ടായിട്ടോ ഒറ്റയ്ക്കോ ദ്വാരക്കുക. കൂട്ടു പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചതും ആമീനിന്റെ ശ്രേഷ്ഠത നമ്മളെ പഠിപ്പിച്ചതും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മഹാനായ ഹബീബ് മസ്ലമത്ത് റളിയല്ലാഹു അൻഹു എന്നവരെ ഒക്കാന മുജീബ് മുജാബ് മുസ്തജാബ് ദഅവ ദുആ ഉത്തരം കിട്ടപ്പെടുന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയാ, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യജ്തമിഉ മലഉൻ, ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടി, എന്നിട്ട് ഫയലു, അവരിൽ ഒരാൾ പ്രാർത്ഥിക്കുകയും ബഅലുഹും, ഒരാൾ പ്രാർത്ഥിക്കുകയും വയുഅമ്മിനു ബഅലുഹും, മറ്റു ചിലർ അതിന് ആമീൻ പറയുകയും ചെയ്താൽ ഇല്ല അജാബഹുമുല്ലാഹ്, അല്ലാഹു ഉത്തരം നൽകാതെ ആ പ്രാർത്ഥന തട്ടിക്കളയില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ഇമാം ഹാക്കിം ഉദ്ധരിച്ചതായിട്ട് കാണാം. അങ്ങനത്തെ ഒരുപാട് നല്ല സന്ദർഭങ്ങള്, സമയങ്ങള്, സാഹചര്യങ്ങളുണ്ട്. അപ്പോഴൊന്നും നമ്മൾ ദ്വാരക്കൂല. പിന്നെ എപ്പോഴാണ് നമ്മൾ ദ്വാരക്കണത്? നമ്മൾ ദ്വാരക്കണത് കഴിയേണ്ടതൊക്കെ കഴിഞ്ഞിട്ട്, പോണ്ട വണ്ടിയൊക്കെ പോയിട്ട്, നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്ന ട്രെയിന് ആ സ്റ്റേഷനും വിട്ട് അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ട് പെടുന്നത് വരക്കുക. പക്ഷേ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട്, ഞാൻ ചെല്ലിയ സ്വലാത്തിന്റെ വർക്കത്ത് കൊണ്ട് എനിക്ക് ട്രെയിന് കിട്ടണേ തമ്പുരാനെ. ആ ട്രെയിൻ അടുത്ത സ്റ്റേഷനും വിട്ടു. എന്നിട്ടാ അപ്പം വരക്കണത്. ആ ദ്വയ്ക്കൊന്നും ഉത്തരം കിട്ടിയില്ല എന്നിട്ട് അള്ളാനെ കുറ്റം പറയണ്ട. നമ്മൾ റസൂലുള്ളാഹി പഠിപ്പിച്ച ദ്വയാവണം, റസൂലുള്ളാഹി പഠിപ്പിച്ച സമയത്താവണം, റസൂലുള്ളാഹി തങ്ങൾ മാർഗം കാണിച്ച രൂപത്തിലാവണം എന്ന ദുആക്ക് ഇജാബത്തുണ്ട്. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഇഷ്ടക്കാര്, കുടുംബക്കാരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി അവരെയും നമ്മയും റബ്ബുൽ ഇസ്സത്ത് അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദ